വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞൊരു വാർത്തയുണ്ട്. അതായത് വലിയൊരു സൈനിക നീക്കം അത് നടക്കുകയാണ് ഇന്ത്യൻ അതിർത്തിയിൽ. അതായത് നൂർഖാൻ വ്യോമത്താവളത്തിൽ ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറിൽ തകർത്ത പാകിസ്ഥാന്റെ എയർബേസുകളിൽ ഒന്നാണ് നൂർഖാൻ വ്യോമത്താവളം. നമ്മൾ ഈ അവിടെയുള്ള ന്യൂക്ലിയർ പ്ലാന്റുകളിൽ അടികൊടുത്തപ്പോൾ, ന്യൂക്ലിയർ വെപ്പൺസ് വച്ചിരിക്കുന്ന സ്ഥലത്ത് കിരാണ ഹിൽസിൽ അടികൊടുത്തപ്പോൾ നമ്മൾ ഏറ്റവും അവരുടെ സ്ട്രാറ്റജിക് പോയിന്റ് ആയിട്ടുള്ള നൂർഖാൻ വിമാനത്താവളം തകർത്തിട്ടാണ് അങ്ങോട്ടേക്ക് പോയത്. കാരണം അവിടെ നിന്ന് വേണം നമ്മുടെ രാജ്യത്തേക്ക് ആണവ പോർമുനകൾ അവർക്ക് തൊടുത്തുവിടാൻ സാധിക്കുമായിരുന്നത്. പക്ഷെ അത് തകർന്ന് തരിപ്പണമായി. പക്ഷെ അവിടെ കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ ഒരു C-17 ഗ്ലോബ് മാസ്റ്റർ എന്ന് പറയുന്ന ഒരു വിമാനം വന്നിറങ്ങിയിട്ടുണ്ട്. ഈ C-17 ഗ്ലോബ് മാസ്റ്റർ എന്ന് പറയുന്ന ഒരു ചരക്ക് വിമാനമാണ്. പക്ഷെ ആ ചരക്ക് വിമാനത്തിലൂടെ അമേരിക്കയ്ക്ക് പല ആയുധങ്ങളും കൊണ്ടുവരാൻ സാധിക്കും. പോരാത്തതിന് അതിനകത്ത് പ്ലെയിൻ ക്യാരി ചെയ്യാൻ പറ്റുമെന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് യുദ്ധവിമാനങ്ങളൊക്കെ വേണമെങ്കിൽ കൊണ്ടുവരാമെന്ന് പറയുന്നു. അതൊരു എന്താണ്, ഈ എയറോപ്ലെയിനുകളെ ലിഫ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു വിമാനം കൂടെയാണെന്ന് പറയുന്നത്. ഈ ചരക്ക് കൊണ്ടുവരാൻ എന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്കയ്ക്ക് അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ സാധിക്കും. അമേരിക്കയാണ്. അപ്പോ അങ്ങനെയുള്ള ഒരു സാഹചര്യം നമ്മൾ ഇന്ത്യക്കെതിരെയാണ് അവർ വരാൻ പോകുന്നത് എന്നുള്ള ഒരു അസംഷൻ ഉണ്ടായിരുന്നു. പല അന്താരാഷ്ട്ര മാധ്യമങ്ങളും അങ്ങനെയാണ് എഴുതിയത്. പക്ഷേ ഇന്ന് കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞിരിക്കുകയാണ്. ഇന്ത്യക്കെതിരെ അല്ല, അവരുടെ നീക്കം ബലൂചിസ്ഥാനെതിരെയാണ് എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം അമേരിക്ക പ്രിപ്പയറിംഗ് ടു ഇൻവൈഡ് ബലൂചിസ്ഥാൻ. ഷോക്കിംഗ് ഡീറ്റെയിൽസ് എന്നാണ് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. US Pakistan preparing to invade Balochistan as US military aid delivered. Massive scale of military and air force buildup is underway across the Balochistan by Pakistan to prepare for operation. അതിന്റെ ദൃശ്യങ്ങളടക്കമാണ് പുറത്തു വന്നിരിക്കുന്നത്. അതായത് അമേരിക്കൻ ടാങ്കറുകൾ പാകിസ്ഥാന്റെ മണ്ണിൽ ഉരുണ്ടു തുടങ്ങി ബലൂചിസ്ഥാനെ ലക്ഷ്യം വെച്ചുകൊണ്ട് എന്ന് പറയുന്നു. അപ്പൊ നമുക്കറിയാം, ഈ ബലൂചിസ്ഥാൻ BLA കൊണ്ട് വലിയ തലവേദനയാണ് പാകിസ്ഥാൻ ഉണ്ടായിരിക്കുന്നത്. പക്ഷെ ഇന്ത്യയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യയും അവരുമായിട്ട് ഒരു ബന്ധവുമില്ലാന്ന് ഇന്ത്യ പറയുമെങ്കിലും ഇന്ത്യക്ക് വലിയ അനുഗ്രഹമാണ് ബലൂചിസ്ഥാൻ. ബലൂചിസ്ഥാനിലുള്ള ബലൂച്ച് നേതാക്കളൊക്കെ പലതവണ ഇന്ത്യയോട് സഹായിക്കണം, ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം, ഒരുമിച്ച് നിൽക്കാമെന്നൊക്കെ കത്തുകളൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിലും ഇന്ത്യ അത് മറുപടി കൊടുക്കാനോ മൈൻഡ് ചെയ്യാനോ ഇന്ത്യ പോയിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ ഓപ്പറേഷൻ സിന്ദൂർ നടന്നപ്പോഴും വലിയ പിന്തുണയാണ് ബലൂചിസ്ഥാൻ ഇന്ത്യക്ക് നൽകിയത്. ഇന്ത്യ ഒരു ഭാഗത്ത് നിന്ന് തുടങ്ങി തന്നാൽ മതി, തീർക്കുന്ന കാര്യം ഞങ്ങൾ ഏറ്റു എന്നാണ് അവർ പറഞ്ഞത്. ആ സമയത്ത് അവർ ക്വറ്റ അടക്കം പിടിച്ചെടുത്തത് ബലൂചിസ്ഥാന്റെ തലസ്ഥാനമായിട്ട് പറഞ്ഞല്ലോ. അതിനുശേഷമാണ് ട്രംപിന്റെ ഒരു വരവ്. ഈ ട്രംപിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ചൈനയ്ക്ക് പോലും അവിടെ ബലൂചിസ്ഥാൻ കാരണം രക്ഷയില്ലായിരുന്നു. ചൈനീസ് തൊഴിലാളികളെ കൊന്നൊടുക്കുക, അങ്ങനെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളൊക്കെ അവിടെ ബലൂചിസ്ഥാൻ നടത്തി. ചൈനയുടെ ഏറ്റവും വലിയ 246 മില്യൺ മുടക്കി ചൈന ഗ്വാദ്വാർ തുറമുഖത്തിന്റെ അപ്പുറത്ത് പണിത എയർപോർട്ടിലേക്ക് പ്ലെയിൻ ഇറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോഴാണ് ട്രംപ് അവിടെ വന്ന് നിക്ഷേപം നടത്തുന്നത്. ട്രംപ് അവിടെ വന്ന് നിക്ഷേപം നടത്തിയപ്പോൾ അമേരിക്കയാണ്, ചൈനയെ പോലെ അല്ല. അമേരിക്ക ആദ്യം ചെയ്തത് ഈ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയും ബലൂചിസ്ഥാനിലുള്ള ഇവരെയും തീവ്രവാദ സംഘടനകളുടെ വലിയ ലിസ്റ്റിൽ പെടുത്തുക എന്നുള്ളതാണ്. അത് പാകിസ്ഥാന് വലിയൊരു ആശ്വാസമായിരുന്നു. അതിനുശേഷം അമേരിക്ക ഇപ്പോൾ നേരിട്ട് വന്നിരിക്കുകയാണ്. നമുക്കറിയാം, ഈ തീവ്രവാദ ലിസ്റ്റിൽ പെടുത്തി കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ് കാര്യങ്ങൾ. ഈ വെനിസ്വേലയിലെ മഡൂറോയെ അത്തരത്തിൽ ഒരു ആഗോള കുറ്റവാളിയാക്കി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അവിടെയുള്ള പ്രസിഡന്റാണ്. അപ്പൊ മഡൂറോയെ അവിടെ പ്രഖ്യാപിച്ചു കഴിഞ്ഞ ശേഷം F-35 വിമാനങ്ങൾ 10 മഡൂറോയ്ക്ക് ചുറ്റും വളഞ്ഞിരിക്കുകയാണ്. മഡൂറോ പറഞ്ഞിരിക്കുന്ന നമ്മുടെ യോധയിലെ ജഗതിയെ പോലെ കളരിയോ കുങ്ഫോ എന്ത് വേണമെങ്കിലും പഠിക്കാം, ജീവൻ തിരിച്ചു കിട്ടിയാൽ മതി. അതായത് എന്ത് ചർച്ചയ്ക്ക് വേണമെങ്കിലും തയ്യാറാണ്, ജീവൻ തിരിച്ചു കിട്ടിയാൽ മതി എന്ന രീതിയിലാണ് മഡൂറോ പറഞ്ഞിരിക്കുന്നത്. അതിന്റെ പിന്നിലും അമേരിക്കയ്ക്ക് സ്വാർത്ഥമായിട്ടുള്ള താല്പര്യങ്ങളുണ്ട്. കാരണം വെനിസ്വേല എന്ന് പറയുന്നത് എണ്ണ സമ്പത്തുള്ള ഒരു രാജ്യമാണ്. അവിടെയുള്ള എണ്ണ ഊറ്റിയെടുക്കുക, അതാണ് അമേരിക്കയുടെ പ്രധാനപ്പെട്ട പണി. അതിന് ഇവര് ലോക പോലീസ് കളിച്ച് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ഇപ്പൊ ബലൂചിസ്ഥാൻ വലിയ രീതിയിൽ ആപത്തിലേക്ക് പോവുകയാണെന്ന് കേൾക്കുന്നു. അത് അമേരിക്ക അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ബലൂചിസ്ഥാന് കാര്യമായിട്ട് പ്രശ്നങ്ങൾ സംഭവിക്കും. കാരണം അവരുടെ കയ്യിൽ വലിയ ആയുധങ്ങളൊന്നുമില്ല. അവർ ഈ IED ഒക്കെ വെച്ചിട്ടാണ് മിക്കവാറും ഈ സ്ഫോടനങ്ങളൊക്കെ നടത്തി കളിയൊക്കെ ഉണ്ടാക്കുന്നത്. ഇവിടെ മീഡിയ വൺ പറയുന്നത് അവർ തീവ്രവാദികളാണെന്നാണ്. പക്ഷേ അവര് തന്നെ അവരെ പറയുന്നത് ഞങ്ങൾ പോരാളികളാണെന്നാണ്. തൊട്ടിപ്പുറത്തെ തെഹ്രീക്കെ താലിബാൻ ഉണ്ട്. പാകിസ്ഥാൻ ശുദ്ധീകരിക്കാനാണ് അമേരിക്കയുടെ പദ്ധതി. അങ്ങനെ സമ്പൂർണ്ണമായി പാകിസ്ഥാനെ ശുദ്ധീകരിച്ച് അവിടുത്തെ ഭരണം ഇപ്പോഴുള്ള അമേരിക്കയുടെ ഒരു പപ്പറ്റ് സർക്കാരിനെ അസീം മുനീറിലോട്ട് ഏൽപ്പിച്ച് അതിനെ നിലനിർത്താനാണോ അമേരിക്കയുടെ പദ്ധതി? കാരണം ഇന്ത്യയെ തകർക്കണമെങ്കിൽ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു ടെറൈൻ അവിടെ ഉണ്ടായിരിക്കേണ്ടത് അമേരിക്കയുടെ ഏറ്റവും വലിയൊരു അത്യാവശ്യമാണ്. പോരാത്തതിന് പാകിസ്ഥാനിൽ നിന്ന് റഷ്യയും ചൈനയും നിരീക്ഷിക്കാൻ സാധിക്കും. പാകിസ്ഥാൻ 4 പ്രവിശ്യയായി ചിന്നിച്ചിതറി പോയി കഴിഞ്ഞാൽ അമേരിക്കയുടെ പദ്ധതി അമ്പേ പാളും എന്നുള്ളതാണ്. അപ്പോ അങ്ങനെ ഒരു നീക്കത്തിനാണോ പോകുന്നത്? ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ഓർമ്മയാകാൻ പോവുകയാണോ? എന്താണ് തോന്നുന്നത്? നമ്മൾ ഈ വാർത്ത ഇതിന്റെ മറുപടി പറയുന്നതിന് മുമ്പ് ഒരു കാര്യം പ്രേക്ഷകരോട് പറയാനുള്ളത്, പ്രേക്ഷകര് പലപ്പോഴും ചിലരൊക്കെ വന്നിട്ട് നമ്മുടെ വീഡിയോയുടെ താഴെ പറയും, ഇതിന്റെ ചിത്രം എന്തെങ്കിലും നിങ്ങൾ കാണിച്ചുകൂടെ എന്നൊക്കെ പറയും. ഞങ്ങൾക്ക് 2 ചാനലുണ്ട്. ഞങ്ങൾക്ക് ന്യൂസ് ഇന്ത്യ മലയാളം എന്നുള്ളൊരു ചാനലുണ്ട്. അതിൽ ഇന്റർനാഷണൽ നാഷണൽ വാർത്തകൾ, അപ്പപ്പോൾ ഉള്ള വാർത്തകൾ, ബ്രേക്കിംഗ് ന്യൂസുകളായിട്ട് ഞങ്ങൾ കൊടുക്കാറുണ്ട്. അത് 2 മിനിറ്റൊക്കെ ഉള്ളൂ ആ വാർത്ത. പ്രേക്ഷകർ ദയവായി ന്യൂസ് ഇന്ത്യ മലയാളം കൂടി കാണണം. അതിനകത്ത് ചിത്രങ്ങൾ, ഇമേജുകൾ ഞങ്ങൾ വാർത്തയിൽ ഇടയിലൊക്കെ ഉപയോഗിക്കാറുണ്ട്.
ചിലപ്പോൾ വിഷ്വൽ കൊടുക്കാറുണ്ട്, വീഡിയോ തന്നെ ഞങ്ങൾ അതിൽ കൊടുക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരുപക്ഷെ എനിക്കൊന്ന് പ്രേക്ഷകർക്ക് പലർക്കും ന്യൂസ് ഇന്ത്യ മലയാളം എന്ന് പറഞ്ഞ നമുക്കൊരു ചാനൽ ഉണ്ടായെന്ന് അറിയില്ല എന്ന് തോന്നുന്നു, പലർക്കും അറിയില്ല. അങ്ങനെയുള്ളവരായിരിക്കണം ആ കമന്റ് ഇടുന്നത്. അവരോട് പറയാനുള്ളത് ഇതിനകത്ത് ആകെ 2 സബ്ജക്റ്റുകളാണ് നമ്മൾ ഒരു ദിവസം ചർച്ച ചെയ്യുന്നത്. മറ്റേതിൽ ഒരു 10-12 വാർത്തകൾ, അത് വാർത്തകളാണ്, ചെറിയ വാർത്തകൾ, 2 മിനിറ്റ് ഒക്കെ ഉള്ള ചെറിയ വാർത്തകളാണ്. അത് കാണാൻ ശ്രമിക്കുക. ഒരുപക്ഷെ ഈ ടാങ്കുകൾ ഉരുളുന്നു എന്നൊക്കെ പറയുമ്പോൾ പക്ഷേ നിങ്ങൾ അതിന്റെ വിഷ്വൽ കാണിക്കൂ എന്ന് പറയുന്നവർ ദയവായി നമ്മുടെ ആ ഒരു ചാനലിലൂടെ കാണേണ്ടതാണ്. ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം. അമേരിക്ക സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ട്രംപിന് കുറെ സ്വാർത്ഥമോഹങ്ങൾ ഇപ്പോൾ പാകിസ്ഥാനിലുണ്ട്. അദ്ദേഹത്തിന്റെ മോളും മരുമോനുമായിട്ട് ക്രിപ്റ്റോ കറൻസി മാത്രമല്ല പല ഇടപാടുകളുമുണ്ട്. അതിൽ അമേരിക്ക ഏറ്റവും കൂടുതൽ കണ്ണുവെക്കുന്നത് റയർ മെറ്റൽസുകൾ അടക്കമുള്ള ബലൂചിസ്ഥാന്റെ ധാതു സമ്പത്തിലാണ് അമേരിക്ക കണ്ണുവച്ചിരിക്കുന്നത്. കാരണം അത് ഇതുവരെ ആരും ചൂഷണം ചെയ്തെടുത്തിട്ടില്ല. ഇത് ചൂഷണം ചെയ്യുകയായിരുന്നു ചൈനയുടെ ലക്ഷ്യം. അതുകൊണ്ടായിരുന്നു ഒരു ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതി കൊണ്ടുവന്നു, ഗദ്ദാർ തുറമുഖം കൊണ്ടുവന്നു. പക്ഷെ അവർക്കധികം മുമ്പോട്ട് പോകാൻ കഴിയില്ല. കാരണം ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ ആക്രമണത്തിൽ അവരുടെ ഒരുപാട് എഞ്ചിനീയേഴ്സ് അവർക്ക് അത് സുരക്ഷിതമായി മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അവരൊരു ഇന്റർനാഷണൽ എയർപോർട്ട് തുടങ്ങിയിട്ട് പോലും അവിടെ ഫ്ലൈറ്റുകളൊന്നും വരാത്തൊരു സാഹചര്യം. കാരണം അവിടെ എപ്പോഴും ആക്രമണം കലാപങ്ങളും നടക്കുന്ന ഒരു സാഹചര്യം. ഈ ഒരു സാഹചര്യത്തിലാണ് പിന്നെ ഈ ചൈന പതുക്കെ അതിന് പിന്മാറുകയും, എനിക്ക് തോന്നുന്നു ഓപ്പറേഷൻ സിന്ദൂറിന് മുമ്പ് ചൈന കർശനമായി തന്നെ പാകിസ്ഥാനോട് പറഞ്ഞു ഞങ്ങൾ മുടക്കിയ പൈസ ഞങ്ങൾക്ക് തിരിച്ചു വേണമെന്ന് പറയുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടൊരു വാർത്ത, ചൈന പിന്മാറുകയാണ്. ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു റെയിൽവേ പ്രൊജക്റ്റിൽ നിന്ന് ചൈന പിന്മാറുന്നു. അവിടത്തേക്ക് പെട്ടെന്ന് തന്നെ IMFന്റെ ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ലോൺ പെട്ടെന്ന് തന്നെ പാകിസ്ഥാൻ തയ്യാറാകും. സ്വാഭാവികമായി തന്നെ ഇതിന്റെ എല്ലാം പിന്നിൽ അമേരിക്ക നിന്നിട്ടാണ് ഈ ഫണ്ട് റെഡിയാക്കി കൊടുക്കുന്നത്. എന്തുകൊണ്ട് ചൈന മാറി എന്നുള്ളത് പലർക്കും പല അഭ്യൂഹങ്ങളായിരുന്നു. അഭ്യൂഹങ്ങൾക്ക് പിന്നിൽ ഇപ്പോൾ ഏതായാലും വിരാമമായിരിക്കുന്ന അഭ്യൂഹങ്ങൾക്ക് അതിന്റെ പ്രധാന കാരണം വെച്ചാൽ അമേരിക്കയുമായി കൂടുതൽ അടുക്കുന്നു. ബലൂചിസ്ഥാൻ അമേരിക്കയ്ക്ക് പാകിസ്ഥാൻ തീരെഴുതി കൊടുത്തിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതിന്റെ യാഥാർത്ഥ്യം. അപ്പൊ അവിടെ ഇനി അധികം കളിച്ചിട്ട് കാര്യമില്ല എന്ന് ചൈനയ്ക്ക് നന്നായി അറിയാം. കാരണം ഈ മേഖലയിൽ, അതായത് ഇന്ത്യയിൽ കുറെ നാളായിട്ട് അമേരിക്ക ട്രൈ ചെയ്യുന്നതായിരുന്നു ഇവിടെ എവിടെയെങ്കിലും ഒരു സൈന്യത്താവളം, പക്ഷെ നമ്മൾ അത് അനുവദിച്ചിട്ടില്ല. അപ്പൊ ഈ മേഖലയിൽ എവിടെയെങ്കിലുമൊക്കെ അമേരിക്കയുടെ സാന്നിധ്യം വരുന്നു ഇന്ത്യയേക്കാൾ കൂടുതൽ ഭയം ചൈനയ്ക്കാണ്. കാരണം അവരുടെ തൊട്ടടുത്ത് തന്നെ ശത്രുവിന്റെ ഒരു പാളയം എത്തുക എന്ന് പറഞ്ഞാൽ ഒരു രാജ്യം അത് അംഗീകരിക്കുന്ന ഒരു കാര്യമല്ല. അപ്പൊ അത് കാരണം നമ്മളെക്കാൾ കൂടുതൽ ഇതിനകത്ത് ജാഗ്രതയോടെ നിൽക്കുന്ന രാജ്യം ചൈനയാണ്. ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിമാനത്തിൽ കൊണ്ടിറക്കുക, കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ഒരു പോയിന്റിനകത്തായിരുന്നു ചർച്ച ചെയ്തിരുന്നത്. അമേരിക്കയുടെ പിന്നെ ഗുഡ്സ് കാരിയർ ആയിട്ടുള്ള വിമാനങ്ങളൊക്കെ C-17 വിമാനമൊക്കെ അവിടെ എത്തിയിരുന്നു. അതിൽ കൊണ്ടിറക്കിയത് ഈ ടാങ്കുകളായിരുന്നു, യുദ്ധ ടാങ്കുകളാണ് കൊണ്ടിറക്കിയതെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ആ യുദ്ധ ടാങ്കുകളൊക്കെ ഇപ്പോൾ പതുക്കെ ഉരുണ്ടു തുടങ്ങിയിരിക്കുന്നു എന്നാണ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ആ യുദ്ധ ടാങ്കുകളൊക്കെ ബലൂചിസ്ഥാൻ മേഖലയിലേക്കാണ് പോകുന്നത്. കാരണം ബലൂചിസ്ഥാനിൽ ഒരു വലിയ തിരിച്ചടി നൽകിക്കൊണ്ട് അവിടെ പിടിച്ചെടുക്കുക, ആ ഒരു മേഖല എന്തായാലും പാകിസ്ഥാനോട് ഒരു കരാറിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അതൊരു ഈ ബലൂചിസ്ഥാൻ മേഖലയിൽ നിന്നുള്ള ഖനനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. അത് പിടിച്ചെടുത്തു കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഈ ധാതു സമ്പത്തുകൾ ഖനനം ചെയ്തെടുക്കുക മാത്രമല്ല, നേരത്തെ ധനുഷ് പറഞ്ഞ കണക്ക് ചൈന, ഇന്ത്യ, റഷ്യ, ഇറാൻ, ഇതിന്റെ എല്ലാം ബോർഡറുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു 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 സ്ഥലമാണ്, നിർണായകമായ സ്ഥലമാണ്. റഷ്യയുമായി നേരിട്ട് ബന്ധമില്ലെങ്കിൽ പോലും അവിടെ നിന്ന് റഷ്യയെ അറ്റാക്ക് ചെയ്യാനോ എന്തെങ്കിലും ഒക്കെ വളരെ കുറച്ചുകൂടി ഈസിയാണ്. ഇതാണ്. അപ്പൊ ഇത് എങ്ങനെ മുമ്പോട്ട് പോകുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതായി വരും. ഇവിടെയാണ് ഇന്ത്യ ഒരു യുദ്ധത്തിന്റെ സാധ്യതകൾ കാണുന്നത്. ഇനി ഒരു യുദ്ധത്തിനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത്. കാരണം ഈ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയെ സംബന്ധിച്ച് അവരുടെ ഒരു അന്തിമ പോരാട്ടമായിരിക്കും നടക്കുന്നത്. കാരണം അവരിനി ഒരു വിദേശ ശക്തിയോടാണ് പോരാടുന്നത്. ഇവിടെ ശ്രദ്ധേയമായ ഒരു കാര്യമുണ്ട്, ഈ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയായിട്ട് അത്ര വലിയ സുഖകരമായ ബന്ധമല്ല ഇറാൻ പുലർത്തിയിരുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഇറാൻ തിരിഞ്ഞ് ചിന്തിക്കേണ്ടതായി വരാം. ഇല്ലെങ്കിൽ കാരണം അവരുടെ ഒരു ശത്രുവാണ് അമേരിക്ക. അപ്പോൾ അവർക്കത് ചിന്തിക്കേണ്ടി വരും. ഈ ഒരു സാഹചര്യം നേരത്തെ തന്നെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇന്ത്യയും ചൈനയും ഒക്കെ അഫ്ഗാനിസ്ഥാനുമായി ഭയങ്കരമായ ഒരു ബന്ധം സ്ഥാപിച്ചു. അതിനിടയിൽ തന്നെ അമേരിക്ക അവരുടെ ഒരു 4200 പിന്നെ കിലോമീറ്റർ, എനിക്ക് തോന്നുന്നു 4200 മീറ്റർ വരുന്ന, കിലോമീറ്റർ അല്ല മീറ്റർ വരുന്ന ഒരു വലിയ എയർബേസ് ഉണ്ടായിരുന്നു. ആ എയർബേസ് ഒക്കെ അവർ പോകുന്നു അമേരിക്ക എന്ന് പറയുന്നു. അപ്പൊ എല്ലാവരും അത് കൈവെക്കുന്ന ഈ ബലൂചിസ്ഥാനെ കണ്ടുകൊണ്ടാണ്. ബലൂചിസ്ഥാനിൽ ഇപ്പൊ നടക്കാൻ പോകുന്നത് ഒരു വലിയ യുദ്ധം തന്നെയാണ്. ഈ ഒരു സാഹചര്യത്തിൽ മറ്റു രാജ്യങ്ങളൊന്നും ബലൂചിസ്ഥാനെ സഹായിക്കാൻ വരില്ല. അവിടെ ആകെ സഹായ വസ്തുവായിട്ട് നിൽക്കുന്നു എന്ന് പറയുന്ന രാജ്യം നമ്മുടെ ഇന്ത്യയാണ്. അപ്പോൾ ഇന്ത്യക്ക് നേരിട്ട് അതിൽ ഇടപെടാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല. പക്ഷെ അവിടെ ഒരു സാധ്യത നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഈ പാകിസ്ഥാൻ ഒരുപക്ഷെ ഇന്ത്യയെ ബ്ലോക്ക് ചെയ്യുന്നതിന് വേണ്ടി ഈ അവസരം യൂസ് ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം അമേരിക്കയുടെ സൈന്യമൊക്കെ പാകിസ്ഥാനിൽ നിൽക്കുമ്പോൾ ആ അവസരം നോക്കിയിട്ട് ഇവിടെ ഒരു ഭീകരാക്രമണം നടത്താനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. കാരണം പാകിസ്ഥാനെ സംബന്ധിച്ച് അല്ലെങ്കിൽ മുനീറിനെ സംബന്ധിച്ച് ഇവിടെ എന്തെങ്കിലുമൊക്കെ നടത്തിയാൽ, ഒരു ഭീകരാക്രമണമെങ്കിലും നടത്തി കുറെ കാഷ്വാലിറ്റി ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ പുള്ളിക്ക് ആ ഒരു ഇമേജ് തിരിച്ചു പിടിക്കാൻ പറ്റും. അതിനിപ്പോൾ എല്ലാം കൊണ്ടും പറ്റിയ സമയമാണ്. പക്ഷേ ഈ സാഹചര്യം അല്പം മോശമായി പോയി, ഒരല്പം മാറിയിട്ടുണ്ടെന്ന് തന്നെ പറയേണ്ടി വരും. ചൈന ഇപ്പോൾ പഴയതുപോലെ ഒരു അടുപ്പം പാകിസ്ഥാനോട് കാട്ടാൻ സാധ്യതയൊന്നുമില്ല. കാരണം അവരുടെ ഏറ്റവും വലിയ ശത്രുവിനാണ് അവിടെ താവളം ഒരുക്കി കൊടുത്തിരിക്കുന്നത്. ബലൂചിസ്ഥാൻ അമേരിക്കയ്ക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ചൈനയെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമല്ല. നേരെ മറിച്ച് ഇന്ത്യ എടുത്തെന്ന് പറഞ്ഞാൽ പോലും അവർക്ക് അത്ര ഒരു ഇതില്ല. അതിനിടയ്ക്ക് വരുന്ന മറ്റൊരു വാർത്ത നമ്മൾ അറിഞ്ഞത്, ഒരു ഡീല് ചൈനയുമായിട്ടും ഇന്ത്യ നടത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്, ഈ പാക് അധിനിവേശ കാശ്മീരുമായി ബന്ധപ്പെട്ടിട്ട്. അവർക്ക് ആകെ നമ്മൾ എപ്പോഴും ചർച്ചയിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, അവർക്ക് ആകെയുള്ള പ്രശ്നം അവരുടെ ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതി അതുവഴി പോകുന്നു എന്നുള്ളതാണ് അവരെ സംബന്ധിച്ചൊരു ഇത്. അപ്പം അതിനെ വിട്ടുകൊടുക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിരിക്കും ഇന്ത്യക്ക് ഈ പാക് അധിനിവേശ കാശ്മീർ മാത്രമല്ല ഖൈബർ ഇടനാഴി വരെ എടുക്കാനായിട്ട്. അപ്പം അങ്ങനെ എന്തൊക്കെയോ ചില സംസാരങ്ങൾ നടന്നിട്ടുണ്ടെന്ന് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഏതായാലും അമേരിക്കയുടെ യുദ്ധവിമാനങ്ങളും മറ്റും അവിടെ വന്നിരുന്നു. അവരാണ് ഈ നൂർഖാൻ വിമാനത്താവളത്തിന്റെ പണികൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്നുള്ളതായിരുന്നു നമ്മൾ മാത്രമല്ല, റിപ്പബ്ലിക് TV ആണ് ലെവലിൽ ആ വാർത്ത ചെയ്തിരുന്നത്. ഏതായാലും ഇപ്പൊ അതിനൊരു ഉത്തരവായിരിക്കുന്നു, അത് ബലൂചിസ്ഥാൻ പിടിച്ചെടുക്കുകയാണ്. അതായത് ഞാൻ പറഞ്ഞില്ല, അതൊരു അമേരിക്കയെ സംബന്ധിച്ച് ഇപ്പൊ അവരുടെ സമ്പത്ത് കൂട്ടേണ്ടതും അവരുടെ കാര്യങ്ങൾ അവരുടെ കയ്യിലേക്ക്, നാളെ ചൈന ഇപ്പോൾ റെയർ മെറ്റൽസ് തന്നില്ലെങ്കിൽ അവർക്ക് ഭാവിയിൽ, നാളെ എന്ന് വെച്ചാൽ ഭാവിയിൽ തന്നില്ലെങ്കിൽ മുമ്പോട്ട് പോകുന്നതിനൊക്കെ അത് അനിവാര്യവുമാണ്. ഈ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ഈ അമേരിക്കയുടെ ഈ അധിനിവേശം വരാൻ പോകുന്ന ഇതിനെ എങ്ങനെ നേരിടും? ഇത് ഇന്ത്യക്ക് എന്തെങ്കിലും ഒരു അസ്വസ്ഥത ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ടോ? ഞാനത് ചോദിക്കുന്നത്, ഇന്ത്യ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഞങ്ങൾക്ക് അവരുമായിട്ട് ഒരു ബന്ധമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. എന്നിരുന്നാലും ഇന്ത്യക്ക് അവർ പുറമേ നോക്കുമ്പോൾ വലിയൊരു ആശ്വാസമായിരുന്നു. കാരണം ഈ ഇന്ത്യൻ പട്ടാളക്കാരെ ആരെങ്കിലും പാകിസ്ഥാൻ പട്ടാളം ആക്രമിച്ചു കഴിഞ്ഞാൽ അവിടെ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ഒരു 10 പട്ടാളക്കാരെ പൊട്ടിത്തെറിപ്പിച്ച് കൊല്ലുന്നതൊക്കെ നമുക്ക് കാണാമല്ലോ. അതൊരു ഇന്ത്യയെ സംബന്ധിച്ച്, ഇന്ത്യൻ ആസ്പെക്ട് നോക്കുമ്പോൾ ഒരു ഇതായിരുന്നു. അപ്പൊ ഇങ്ങനെ ഒരു വിഷയം വരുമ്പോൾ ഇന്ത്യ അതെങ്ങനെയായിരിക്കും നോക്കിക്കാണുന്നത്? ധനുഷ, അമേരിക്ക ഇങ്ങനെയുള്ള ഒരു ഓപ്പറേഷനിൽ പോയിട്ട് ലോകത്തെങ്ങും ജയിച്ചിട്ടില്ല. അഫ്ഗാനിസ്ഥാനിൽ അവരെ ജയിച്ചോ? ജയിച്ചില്ല. അവരുടെ എത്ര സൈനികർ കൊല്ലപ്പെട്ടു, എന്ത് സാമ്പത്തിക നഷ്ടം അവർക്കുണ്ടായി. അവർ ഇത് കണക്കുള്ള ഓപ്പറേഷൻ എവിടെ പോയാലും അവർ ജയിക്കാറില്ല. ഇവിടെയും വന്നിട്ട് അവർ ചെയ്യുന്ന പണിയെന്ന് വെച്ചാൽ, ബലൂചിസ്ഥാൻ പോലെയുള്ള ഒരു പ്രദേശത്ത് വന്ന് നമ്മളിപ്പോൾ ഈ സിനിമയിൽ കാണുന്ന കണക്ക് ഇവർ വരുന്നു പെട്ടെന്ന് തന്നെ ഇത് പിടിച്ചെടുക്കുന്നു എന്നുള്ളതല്ല. ഇവർക്ക് കാഷ്വാലിറ്റി, ഇപ്പൊ എങ്ങനെയാണോ പാക് സൈനികർക്ക് അവർ കാഷ്വാലിറ്റി ഉണ്ടാക്കുന്നത്, അവർ വലിയ മിസൈലൊന്നും ഉപയോഗിച്ചിട്ടില്ല കാഷ്വാലിറ്റി ഉണ്ടാക്കുന്നത്, ചാവേറുകളാണ് പോയി പൊട്ടിത്തെറിക്കുകയും മറ്റും ചെയ്യുന്നത്. ഇതിനേക്കാൾ രൂക്ഷമായിരിക്കും ഈ പ്രദേശങ്ങളിലൂടെ കടന്നു കയറുന്ന ഇവർക്കും അനുഭവിക്കേണ്ടി വരുന്നത്. അത് നീണ്ടു നിൽക്കും, സംഘർഷം ഇങ്ങനെ നീണ്ടു നിൽക്കും. കുറെ ഭാഗങ്ങൾ ഇവർ പിടിച്ചെടുക്കും, പിന്നെയും ഇടക്കിടക്കൊക്കെ പൊട്ടിപ്പിടി. എന്തുകൊണ്ടാണ് ചൈന അവിടെ ഇട്ടിട്ട് ഓടേണ്ടി വന്നത്? ചൈന അത് മുഴുവൻ പിടിച്ച് ഖനനം നടക്കുമ്പോൾ ആ ഖനനം സ്ഥലത്തൊക്കെ സ്കൂളിൽ പോകുന്ന ഒരു വണ്ടി ഓടി വരുന്നു, ഈ ചൈനീസ് എഞ്ചിനീയർമാർ നിൽക്കുന്നിടത്ത് വരുമ്പോൾ ബസ് പൊട്ടിത്തെറിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളാണ്. അതായത് ഈ ഒളിപ്പോരുകളിൽ ഇല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിൽ എങ്ങനെയാണ് ഒരു സൈന്യത്തിന് മുന്നേറാൻ കഴിയുന്നത്? ഒരു ജനത മുഴുവൻ ഒളിപ്പോരിലായിട്ട് നിൽക്കുമ്പോൾ അവിടെ മുന്നേറുക അസാധ്യമായ കാര്യമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, അമേരിക്ക ഇങ്ങനെയുള്ള പണിക്ക് എവിടെങ്കിലും പോയിട്ട് അവർ അടിച്ചൊതുക്കിയായിട്ട് കേട്ടിട്ടുണ്ടോ? ഇല്ല. ഇവർ ഇറാഖ് മൊത്തത്തിൽ ക്ലീൻ ആക്കി എന്ന് പറഞ്ഞു, എന്തെങ്കിലും ക്ലീൻ ആയോ? ഇപ്പോഴും ISIS താവളമുണ്ട്, ഇടയ്ക്കിടയ്ക്ക് അവിടെ കൊണ്ടുപോയി ബോംബിടുന്നുണ്ട്. സിറിയ ക്ലീൻ ആക്കി എന്ന് പറഞ്ഞു, അവിടെ എന്തെങ്കിലും ക്ലീൻ ആയോ? ഇപ്പോഴും അവിടെ വലിയ പ്രശ്നങ്ങളും കലാപങ്ങളും നടക്കുകയാണ്. യമൻ ക്ലീൻ ആയി? എങ്ങുമില്ല. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇവർക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത്, ഇപ്പം ഇറാൻ അമേരിക്ക ഒരു ബോംബിങ് നേർക്കുനേർ ഫൈറ്റിംഗ് ഓക്കെയാ അമേരിക്ക. ഇതങ്ങനെയല്ല. ഒരു സ്ഥലത്ത് പോയിട്ട് ഒരു ടെറർ ഗ്രൂപ്പ് ഇല്ലെങ്കിൽ ഒരു സ്ഥലത്ത് പോയിട്ട് അവിടെ പ്രക്ഷോഭം ഉണ്ടാക്കുന്ന ഒരു ജനത്തിനെ കൊന്നൊടുക്കിക്കൊണ്ട് ഇല്ലെങ്കിൽ അത് പിടിച്ചെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്പം പ്രയാസകരമാണ്. ഇതൊക്കെ വളരെ ഈസി ആയിട്ട് നടക്കുന്ന കാര്യങ്ങളൊന്നുമല്ല. അമേരിക്കയെ സംബന്ധിച്ച് പറഞ്ഞാൽ വലിയ സാമ്പത്തിക നഷ്ടം വരുത്തി വെക്കുന്നത്, അതൊരു കൈവിട്ട കളിയാണ് നടത്താൻ പോകുന്നത്. ഒരുപക്ഷെ ഇതൊക്കെ എനിക്ക് തോന്നുന്നത് ഈ ആയുധങ്ങളൊക്കെ നിരത്തി വെച്ചിട്ട് പാകിസ്ഥാൻ സൈനികരെ തന്നെ ആയിരിക്കും ഇതിന്റെ ഓപ്പറേഷൻ മുൻനിര നിർത്തുന്നത്. ഇല്ലെങ്കിലും അങ്ങനെ അവരെ നിർത്താൻ കഴിയുള്ളൂ. അത് ആത്യന്തികമായി പാകിസ്ഥാന് ഒരുപാട് ദോഷം ചെയ്യും. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് മറ്റ് രാജ്യങ്ങൾ, ഇപ്പൊ ഇന്ത്യ മാത്രമല്ല ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ആശങ്കയുള്ളത്. ചൈനയ്ക്ക് ആശങ്കയുണ്ട്, റഷ്യക്ക് ആശങ്കയുണ്ട്, ഇറാൻ ആശങ്കയുണ്ട്. കാരണം ഇറാന്റെ ഒക്കെ മൂക്കിന് കീഴെയാണ് ഇങ്ങനെ പിടിച്ചെടുത്തു കഴിഞ്ഞാൽ അമേരിക്ക കിടക്കുന്നത്. അവർക്കപ്പം മിഡിൽ ഈസ്റ്റ് പോലും ആശ്രയിക്കേണ്ടി വരില്ല ഇറാനെ അടിക്കാനായിട്ട്. ഇവിടുന്ന് കയറി അടിച്ചാൽ പോരെ, എളുപ്പമല്ലേ? അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് നിലനിൽക്കുന്നുണ്ട്. അപ്പം നമ്മൾ എല്ലാവരും ആശങ്കയോട് കാണാം. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ കരസേനാ മേധാവി പറഞ്ഞത് യുദ്ധം അവസാനിച്ചിട്ടില്ല എന്ന് പറയുന്നതിന്റെ കാര്യവും ഇതൊക്കെ തന്നെയാണ്. ഒരു അടി എന്തായാലും ഇനി അടുത്ത അടിയിൽ എന്തായാലും പാകിസ്ഥാനെ സംബന്ധിച്ച് പറഞ്ഞാൽ അവരുടെ മുമ്പോട്ടുള്ള പോക്കിന് നിർണായകമായ ഒരു അടിയായിരിക്കും ഇനി നടക്കാൻ പോകുന്നത്. ഒരുപക്ഷെ നമ്മുടെ കരസേനാ മേധാവി പറഞ്ഞത് മിനിമം ഒരു 5 ഇയർ എങ്കിലും നീണ്ടു നിൽക്കുന്ന യുദ്ധത്തിന് എല്ലാ രാജ്യങ്ങളും
തയ്യാറെടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മളും നമ്മുടെ സൈന്യവും. കാരണം ഇത് ലോകയുദ്ധത്തിലേക്ക് പോകും എന്ന് തന്നെയാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. അതിന്റെ ഒരു ഭാഗമാണ് ഇത് കാണുന്നത്. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ അടുത്ത യുദ്ധം ഏഷ്യയാണ് അതിന്റെ പ്രധാനപ്പെട്ട പ്രതലം എന്ന് തന്നെ പറയേണ്ടി വരും.